മംഗലത്ത് ആത്മഹത്യ ചെയ്ത 23-കാരിയുടെ വീട്ടിലേക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നമുക്കറിയുന്നത് പോലെ തന്നെ സ്നേഹിച്ച് വഞ്ചിച്ച് ഒപ്പം ചേർക്കില്ല എന്ന് പറഞ്ഞതിന് പിന്നാലെ മനംനൊന്ത് ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ വീട്ടിലേക്ക് സുരേഷ് ഗോപി എത്തുന്നു. പ്രതി റമീസ് ഇപ്പോൾ റിമാൻഡിലാണ്. റമീസുള്ള കസ്റ്റഡി അപേക്ഷ അടക്കം നൽകുന്നുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ, ആത്മഹത്യാ പ്രേരണ, ഒപ്പം മർദ്ദനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് റമീസിനെതിരെ കേസെടുത്തിരിക്കുന്നത്. കേസിൽ റമീസിന്റെ മാതാപിതാക്കളെ അടക്കം പ്രതി ചേർക്കാണ് നീക്കത്തിലാണ് അന്വേഷണ സംഘമുള്ളത്. അതേസമയം തന്നെ കേസിൽ മതപരിവർത്തനം ഉണ്ടെന്നൊരു ആരോപണം കൂടി കുടുംബം പറയുന്നു. മതം മാറുന്നതിന് വേണ്ടി ക്രൂരമായി മർദ്ദിച്ചെന്ന ആരോപണം ഈ പറയുന്ന 23-കാരുടെ കുടുംബം ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസ് എന്നെ അടക്കം അന്വേഷിക്കണമെന്ന ആവശ്യത്തിൽ കുടുംബം ഉറച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അവിടെ എത്തുന്നത്. നേരത്തെ ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രി പറഞ്ഞത് സംഭവത്തിൽ ലവ് ജിഹാദ് ആരോപണം കേന്ദ്രമന്ത്രി തള്ളുകയാണ്. എന്നാൽ സുരേഷ് ഗോപിയുടെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന് കാത്തിരിക്കാം. എന്തായാലും എന്നെ അന്വേഷണം വേണമെന്ന ആവശ്യത്തിൽ കുടുംബം ഉറച്ചു നിൽക്കുന്നതിനെയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിയുടെ കോതമംഗലത്ത് 23-കാരുടെ വീട്ടിലേക്കുള്ള സന്ദർശനം. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ പറയുന്ന 23-കാരി എഴുതി വെച്ച ആത്മഹത്യാക്കുറിപ്പടക്കം നമ്മൾ കണ്ടതാണ്. അങ്ങേയറ്റം യാതനകൾ സഹിച്ച് സ്കൂൾ കാലം തൊട്ട് അറിയുന്ന റമീസ് എന്ന യുവാവുമായി കടുത്ത പ്രണയത്തിലായി പിന്നീട് വിവാഹത്തിലേക്ക് അടുക്കുന്ന ഘട്ടത്തിലാണ് റമീസ് മറ്റൊരു ബന്ധത്തിന് മുതിർന്നത്. ഇതോടുകൂടിയാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തെന്ന നിഗമനത്തിലടക്കമാണ് പോലീസ്